നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചാണ് നിങ്ങളെന്താ രാജാവാണോ എന്ന്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ രാജാവാണ് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് ചങ്കൂറ്റം. രാജാവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പഴയ കാലഘട്ടത്തിലെ ഒരു രാജാവ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിലെ ഏറ്റവും മിടുക്കനായ, ഏറ്റവും എക്സ്പേർട്ടായ ഒരു രാജാവായി മാറാൻ സാധിക്കും. അങ്ങനെ മാറാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിലും നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലും ഒരു രാജാവ് എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത്, ഒരു രാജാവ് എന്ത് കാഴ്ചപ്പാടിലാണോ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയത്, അതേ കാഴ്ചപ്പാടിൽ തന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു രാജാവിന്റെ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെന്ന്. എന്നിട്ട് അതിനനുസൃതമായി നമ്മുടെ മേഖലയിൽ ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുകയും നമ്മുടെ മേഖലയിലെ രാജാവായി മാറുകയും ചെയ്യാം. നമ്പർ 1, ലോങ് ടേം വിഷൻ. ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള കാഴ്ചപ്പാടല്ല ഉള്ളത്. ഒരു രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷവും തന്റെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അഭിവൃദ്ധി നേടണമെന്നുമുള്ള ചിന്തയിലായിരിക്കും ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നത്. കൃത്യമായ ഗോളും കൃത്യമായ അതിനുവേണ്ടിയുള്ള ആസ്പിറേഷൻസും അതിനുള്ള ഒരു ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള മനുഷ്യനായിരിക്കും രാജാവ്. അതേപോലെ നിങ്ങളൊരു ബിസിനസ് സാമ്രാജ്യമാണ് കെട്ടിപ്പടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിലെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ ജീവനോടെ ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെ പോകണമെന്നും അതിനുശേഷവും അത് എങ്ങനെ മുൻപോട്ട് വളരണമെന്നും അതിലൂടെ ആളുകൾക്ക് എങ്ങനെ ഗുണകരമായി അത് മാറണമെന്നുള്ള കൃത്യമായ ഒരു വിഷനോട് കൂടി വേണം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും കുറച്ചു നാളത്തേക്കുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണാതെ ലോങ് ടേമിലേക്ക് എന്താണ് ആ മേഖലയിൽ താൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള എന്ത് മികച്ച സംഭാവനയാണ് ആ മേഖലയ്ക്ക് നൽകാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് രാജാവിനെ പോലെ നിങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇറ്റ്സ് ലോങ് ടേം വിഷൻ. നമ്പർ 2, സ്ട്രാറ്റജിക് തിങ്കിങ്. ഒരു രാജാവ് എപ്പോഴും സ്ട്രാറ്റജിക്കലായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. നമ്മളൊക്കെ ബാഹുബലി സിനിമ കണ്ടതാണ്. ആ സിനിമയില് ഒരു പെർട്ടിക്കുലർ വ്യൂഹം ഒരുക്കുന്ന സമയത്ത് അതിനു മുമ്പ് കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി എങ്ങനെ വേണം കാലകേയപ്പടയെ തോൽപ്പിക്കുക എന്നുള്ളൊരു പദ്ധതി ഇടുന്നുണ്ട്. ഇതേപോലെ ഒരു രാജാവിനെ സംബന്ധിച്ച് ആ രാജാവ് എപ്പോഴും ഒരു സാഹചര്യം മുൻപിൽ കാണുമ്പോൾ ആ സാഹചര്യത്തെ വ്യത്യസ്തമായ പല ആംഗിളുകളിൽ നിന്ന് നോക്കാൻ തയ്യാറാവും. അദ്ദേഹത്തിന്റെ ഒറ്റ ആംഗിളിൽ നിന്നായിരിക്കില്ല അദ്ദേഹം നോക്കുന്നത്. പല പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് ആ പർട്ടിക്കുലർ സിറ്റുവേഷനെ അനലൈസ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയായിരിക്കും രാജാവ്. അങ്ങനെ അനലൈസ് ചെയ്യുക മാത്രമല്ല ചെയ്യണത്, അതിനോടൊപ്പം എന്തൊക്കെ വെല്ലുവിളികളാവാം വരാൻ പോകുന്നത്, എന്തൊക്കെ വെല്ലുവിളികൾ വന്നേക്കാം, താൻ ഈ മുൻപോട്ടുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് തന്റെ മുന്നിൽ വരാൻ പോകുന്ന വെല്ലുവിളികളെന്നും അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണമെന്നും കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരിക്കും രാജാവ്. അതേപോലെ നിങ്ങളുടെ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സാഹചര്യം വരികയാണെങ്കിൽ ആ സാഹചര്യത്തില് എന്തൊക്കെ രീതിയിൽ ആ സാഹചര്യത്തെ കാണണം, നിങ്ങളുടെ മാത്രം വീക്ഷണത്തിൽ കാണാതെ എന്തായിരിക്കും കസ്റ്റമേഴ്സ് ആ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത്, എന്തായിരിക്കും ഗവൺമെന്റ് ആ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത്, എന്തായിരിക്കും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന വെണ്ടേഴ്സ് ആ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത്, പല 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 ആംഗിളിൽ മൾട്ടി ഡയമെൻഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണം. ആ സിറ്റുവേഷനെ പല ആംഗിൾസിലൂടെ കാണാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ മുൻപോട്ട് ബിസിനസ്സുമായി പോകുന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളികൾ വരാം. ഒരുപക്ഷെ ലോൺ കിട്ടാതിരിക്കുന്നതാവാം വെല്ലുവിളി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ കിട്ടാത്തതായിരിക്കാം വെല്ലുവിളി, അതല്ലെങ്കിൽ കൂട്ടത്തിലുള്ള കുറെ എംപ്ലോയീസ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതായിരിക്കാം വെല്ലുവിളി. ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയണം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദ്യം തന്നെ അതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെക്കണം. എംപ്ലോയീസ് 10 പേര് കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത 10 പേരെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാന്ന് ചിന്തിക്കണം. അതല്ല ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിന്നാണ് സ്ഥിരമായി ലോൺ ലഭിക്കുന്നത്, അവിടെ നിന്ന് കിട്ടാതെ വരികയാണെങ്കിൽ മറ്റെവിടെ നിന്നും അറേഞ്ച് ചെയ്യാം എന്ന് ചിന്തിക്കണം. ഈ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ രാജാവിനെ പോലെ ചിന്തിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്മാനായി താങ്കൾ മാറും. നമ്പർ 3, ഡിസിഷൻ മേക്കിംഗ് പ്രോംപ്റ്റ്ലി. കൃത്യസമയത്ത് തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും രാജാവ്. അതേപോലെ നിങ്ങളുടെ മേഖലയിൽ ഒരു രാജാവ് ആകണമെങ്കിലും നിങ്ങൾക്ക് കൃത്യസമയത്ത് തീരുമാനമെടുക്കാൻ കഴിയണം. എങ്ങനെയാണ് തീരുമാനം എടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ധാരാളം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്ന സമയത്ത് അതിൽ ധാരാളം തീരുമാനങ്ങളിൽ ഏത് തീരുമാനം എടുക്കണം, ഏതായിരിക്കണം ഉത്തമമായ തീരുമാനം, ഇത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് മിടുക്കനായ ഒരു രാജാവ് എന്ന് പറയുന്നത്. കാര്യം ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുൻപോട്ട് പോകാൻ നല്ല അർത്ഥം.
പല കാര്യങ്ങൾ ചെയ്യാൻ അവസരമുള്ള സമയത്ത് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. പലപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എടുക്കാൻ തീരുമാനം ഇല്ല എന്നുള്ളതല്ല. പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ എടുക്കണോ, ഇങ്ങനെ എടുക്കണോ, എങ്ങനെ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. അവിടെ അനാവശ്യമായ കാര്യങ്ങളെ തട്ടിക്കളഞ്ഞ് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അതുമായി ശക്തമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായ ഡിസിഷൻ എടുക്കാൻ കഴിയും. അപ്പോ പ്രോംപ്റ്റ് ആയിട്ട് കൃത്യസമയത്ത് ഡിസിഷൻ എടുക്കാൻ കഴിയുക എന്നുള്ള ഒരു കപ്പാസിറ്റി തന്നെയാണ്. നമ്മള് ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമ കാണാൻ നേരത്ത് അതിലകത്ത് വെച്ച് അവർക്ക് പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല ഹോട്ടലില്, പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്ത് പുറത്ത് അവിടെ ആ ഒരു പ്രോഗ്രാം നടത്തുന്ന സജ്ജീകരണങ്ങൾ ആ സിനിമയിലെ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്, ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതൊരു രാജാവിന്റെ കഴിവാണ്. കാരണം ഒരു രാജാവ് തീരുമാനം എടുക്കുന്നത് അല്പം വൈകിച്ചാൽ മതി പ്രജകളുടെ ജീവൻ പോകാൻ തന്നെ അത് കാരണമാവും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ അത് കാരണമായി തീരും. അതേപോലെ നിങ്ങളുടെ പ്രൊഫഷനിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെർട്ടിക്കുലർ പ്രവൃത്തിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100 കാര്യം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് പല വഴികളിൽ കൂടി പോകാനുള്ള സാഹചര്യം വരും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ആ പെർട്ടിക്കുലർ മേഖലയിലെ ഫോക്കസ് പിടിച്ചു നിർത്തി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉത്തമമായ തീരുമാനം എടുക്കാൻ കഴിയണം. അതുകൊണ്ട് രാജാവായി മാറണമെങ്കിൽ 3ാമത്തെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് കൃത്യമായ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയാണ്. 4, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു രാജാവ് ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരവാദിത്തമില്ല, എന്റെ കുഴപ്പം കൊണ്ടല്ല എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇതേ രീതിയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ രാജാവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തതിന് ശേഷം, നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോയതിനു ശേഷം ആ ആക്ഷനിൽ എനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല, അത് കസ്റ്റമേഴ്സിന്റെ കുഴപ്പം കൊണ്ടാണ്, അത് എംപ്ലോയീസിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു തീരുമാനം എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തിന്റെ പുറത്ത് 100% ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാണ്. ഒരു വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും കൃത്യമായി എന്റെ ഉത്തരവാദിത്വം എടുക്കണം. വിജയം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാരണം വിജയിച്ചു എന്നും, പരാജയപ്പെടുന്ന സമയത്ത് നീ കാരണം പരാജയപ്പെട്ടു എന്നും പറയരുത്. മറിച്ച് വിജയം ഉണ്ടാകുമ്പോഴും പരാജയം ഉണ്ടാകുമ്പോഴും അത് എന്റെ ഭാഗത്തെ അക്കൗണ്ടബിലിറ്റി ആണ്, എന്റെ ഭാഗത്തെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. കാരണം സക്സസും ഫെയിലിയറും തീർച്ചയായും അത് മനുഷ്യന്റെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും രാജാവിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓരോ പ്രാവശ്യം പരാജയപ്പെടുന്നിടത്ത് നിന്ന് പഠിക്കുകയും ഓരോ സമയം വിജയിക്കുന്ന സമയത്ത് കൂടുതൽ മാധുര്യമുള്ള വിജയങ്ങൾക്കായി വീണ്ടും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവനാണ് രാജാവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ശക്തമായ ചില ആക്ഷൻസ് എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ കൃത്യമായി ഉത്തരവാദിത്വം എടുക്കാനും താൻ ചെയ്ത തെറ്റിന് താൻ അക്കൗണ്ടബിൾ ആണെന്ന് അംഗീകരിക്കാനും അത് തിരുത്തി മുൻപോട്ട് പോകാനും ഒക്കെ തയ്യാറാണ്. തീർച്ചയായും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ മേഖലയിലെ ഒരു രാജാവായി മാറുന്നതാണ്. നമ്പർ 5, കറേജ് ആൻഡ് കൺവിക്ഷൻ. ധൈര്യമില്ലാതെ, ധീരതയില്ലാതെ ഒരു രാജാവിനും രാജ്യം ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതേപോലെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് വിദഗ്ധമായ രീതിയിലും വലിയ രീതിയിലും ഒക്കെ വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് വ്യക്തിപരമായിട്ട് വരാം, ബിസിനസ് പരമായിട്ട് വരാം, സമൂഹത്തിൽ നിന്ന് വരാം, പല തലത്തിൽ വരാം, ശാരീരികമായി വരാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും പലതവണ മറിഞ്ഞു വീഴുമ്പോഴും അവിടുന്ന് പിന്നെ എണ്ണീറ്റ് എന്ന് അടിക്കാനുള്ള ഒരു ധൈര്യം വേണം. ആ ധൈര്യം ഉണ്ടെങ്കിലേ നിങ്ങളുടെ മേഖലയിൽ ഒരു രാജാവായി മാറാൻ കഴിയുള്ളൂ. അതേപോലെ ചില കൺവിക്ഷൻസ് വേണം, അവനവന് ചില ബിലീഫ് വേണം. അതായത് നിങ്ങളൊരു രാജാവായിരിക്കെ നിങ്ങൾ എത്ര വേണ്ടപ്പെട്ട വ്യക്തി വന്നും നിങ്ങൾ രാജാവല്ല, നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ ഇതുവഴി കേട്ട് ഇതുവഴി കളയാൻ സാധിക്കണം. അതായത് ഒരു രാജാവിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടായേക്കാം, പക്ഷെ ആ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന രാജാവിനെ സംബന്ധിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാനുള്ള കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം രാജാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്ക് ചില കൺവിക്ഷൻസ് ഉണ്ട്, ചില ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ ബിസിനസ് ചെയ്യുന്നത്, ചില കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായ ഒരു വിഷൻ നടപ്പിലാക്കി ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്യാനാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കൺവിക്ഷൻസ് ഉണ്ടെങ്കിൽ, കറേജ് ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കുക. എത്ര തവണ പറഞ്ഞു വീണാലും ഒരു നാണവുമില്ലാതെ പിന്നെ എണീറ്റ് വന്ന് ശക്തമായി ആഞ്ഞടിക്കുക. അതാണ് നിങ്ങളുടെ മേഖലയിൽ രാജാവായി മാറാനുള്ള 5ാമത്തെ സ്റ്റെപ്പ്. കറേജും കൺവിക്ഷനും ഉണ്ടാകണം. 6, എംപതി ആൻഡ് ബൗണ്ടറി. രണ്ട് വാക്കുകളാണ്, എന്നാൽ രണ്ടും വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ്. എംപതി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ കാരുണ്യം, അല്ലെങ്കിൽ ഒരു രാജാവ് ആർക്കൊക്കെ വേണ്ടിയാണോ സഹാനുഭൂതിയോടുകൂടി അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറേണ്ടത് ആ വ്യക്തികളുടെ അടുത്തേക്ക് കരുണ കാണിക്കുക.
കരുണ കാണിക്കുക, അല്ലെങ്കിൽ കമ്പാഷൻ കാണിക്കുക, അല്ലെങ്കിൽ എംപതി കാണിക്കുക. എംപതി അർഹതപ്പെടുന്ന ഓരോ പ്രജയ്ക്കും തന്നെ എൺപതി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആയിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ശക്തമായി ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ഓരോ എംപ്ലോയീസിനടുത്തും നിങ്ങൾ ആ എംപതിയോടുകൂടി, കമ്പാഷനോടുകൂടി പെരുമാറുക. കാരണം അവരും കൂടെ നിന്നിട്ടാണ് ആ സ്ഥാപനം വളർത്തുന്നത്. അതേപോലെ നിങ്ങളുടെ സ്ഥാപനം വളർത്താനായി സഹായിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ബേസ് ചെയ്തോ സർവീസ് ബേസ് ചെയ്തോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എംപതിയോടുകൂടി തന്നെ അത് ശരിയാക്കി കൊടുക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങളോടൊപ്പം ശക്തമായി സഹകരിക്കുന്നവരോടൊക്കെ എംപതി കാണിക്കുക. അതേസമയം തന്നെ ഒരു ബൗണ്ടറി വരയ്ക്കാനും തയ്യാറാവുക. കാരണം നുഴഞ്ഞു കയറുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടെ നിന്ന് പിറകിൽ നിന്ന് കുത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒപ്പം സ്നേഹം നടിച്ചുകൂടി നമ്മുടെ രാജ്യം തന്നെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ചില വ്യക്തികൾ, ഈ വ്യക്തികളെ അലർട്ടായി മാത്രം കാണുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തി ആ രാജ്യത്തേക്ക് ഒരു ചാരനായി വരികയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പിന്നീട് ആ ചാരനായ വ്യക്തി നാളെ മറ്റൊരു വേഷത്തിൽ വരികയാണ്, ഇപ്പൊ ഞാൻ ചാരനല്ല നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ ആ വ്യക്തിയെ അലർട്ടായിട്ട് ഒരു രാജാവ് കാണും. കാരണം എന്താ? ഒരു പാമ്പ് പടം പൊഴിച്ച് വരുമ്പോ കൂടുതൽ ശക്തമായ വിഷത്തോടുകൂടി വരുന്ന പാമ്പായിരിക്കും. ഇതേപോലെ പാമ്പ് ഏതാണ്, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഏതാണ്, ഇത് തിരിച്ചറിഞ്ഞ് അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ കെൽപ്പുള്ളവനായിരിക്കും രാജാവ്. ഇതേപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ മോശമായി പെരുമാറുന്ന വ്യക്തിയെ പറഞ്ഞു വിടേണ്ടതും ആ മേഖലയിൽ രാജാവാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എംപതി വേണ്ടവർക്ക് എംപതി കൊടുക്കുകയും ബൗണ്ടറി വരയ്ക്കേണ്ട ആളുകളുടെ അടുത്ത് ബൗണ്ടറി വരച്ചവരെ പുറത്തു നിർത്തുകയും ചെയ്യുന്നവനായിരിക്കണം രാജാവ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ മേഖലയിൽ ഒരു കിങ് ആയി, ഒരു രാജാവായി മാറാം. അതിനുവേണ്ടി ചെയ്യേണ്ട 6 കാര്യങ്ങൾ ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യണം. നമ്പർ 1, ലോങ് ടേം വിഷൻ ആണ്. ദീർഘകാലം ചിന്തിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുക. 2, സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. എന്ത് കാര്യത്തെയും കൃത്യമായ രീതിയിൽ അതെന്താന്ന് പല ആംഗിളിൽ നിന്ന് അനലൈസ് ചെയ്ത് അതിനുശേഷം അവിടെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ച് അതിനെ പരിഹരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. 3, ഡിസിഷൻ മേക്കിംഗ് ആണ്. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുക. അത് വച്ച് നീട്ടും തോറും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ ഓർഗനൈസേഷനും ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം വളരെയധികം ഭീകരമായിരിക്കും. 4, അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാവുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തെറ്റിപ്പോയാലും അത് നമ്മുടെ മിസ്റ്റേക്ക് ആണ്, ആ മിസ്റ്റേക്ക് അംഗീകരിച്ച് കറക്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം, ആ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കാണിക്കാൻ തയ്യാറാവുക. 5, കറേജ് ആൻഡ് കൺവിക്ഷൻ ആണ്. എത്ര പ്രാവശ്യം മറഞ്ഞു വീണാലും ശക്തമായി പിന്നെ പൊരുതാനുള്ള ഒരു ആവേശവും നമുക്ക് നമ്മളുള്ള നഷ്ടപ്പെടാത്ത ആ ഒരു വിശ്വാസവും ആ മേഖലയിലുള്ള നമ്മുടെ ആ ഒരു അഗമ്യമായ സ്നേഹവും അതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുക. 6, എംപതിയും ബൗണ്ടറിയും സെറ്റ് ചെയ്യുന്ന വ്യക്തിയായി മാറുക. എംപതി അർഹതപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെയും, അതല്ല അതിർവരമ്പ് വരച്ച് പുറത്തു നിർത്തേണ്ടവരെ അങ്ങനെയും ട്രീറ്റ് ചെയ്യുക. ഈ 6 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ ഒരു രാജാവായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.